നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജിപ്മറിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും കൗൺസിലിംഗ് നടക്കുന്നത് നവംബർ 19 തീയതിയാണ്. നവംബർ 18 തീയതിയാണ് PWBD വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. 19 തീയതി ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം അന്ന് തന്നെ വൈകുന്നേരം 7 മണിക്കാണ് കൗൺസിലിംഗിന് വേണ്ടി സെലക്ട് ചെയ്ത കുട്ടികളുടെ ലിസ്റ്റ് ജിപ്മറിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. കൗൺസിലിംഗിന് വേണ്ടി സെലക്ഷൻ ലഭിച്ച കുട്ടികൾ നവംബർ 20 തീയതി രാവിലെ 8 മണിക്കാണ് APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിൽ കൗൺസിലിംഗിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ടത്. 9:30 മുതലാണ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ കുട്ടികളുടെയും റോസ്റ്റർ പോയിന്റിന്റെയും മെറിറ്റ് റാങ്കിന്റെയും അടിസ്ഥാനത്തിലാണ് കൗൺസിലിംഗ് ഹാളിലേക്ക് അവരെ വിളിക്കുന്നത്. കൗൺസിലിംഗ് ഹാളിൽ പ്രവേശിക്കുമ്പോൾ ഏതൊക്കെ കോഴ്സാണ് ഉള്ളത് എന്നും ഓരോ കോഴ്സിനും എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നും അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യാം. ഓരോരുത്തർക്കും അവർക്ക് താല്പര്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്യാം. ഓരോ കോഴ്സിന്റെയും സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നീട് ഏത് കോഴ്സിലേക്കാണ് വേക്കൻസി സീറ്റ് ഉള്ളത് ആ കോഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ കൗൺസിലിംഗ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കൗൺസിലിംഗ് സമയത്ത് ഒരു കോഴ്സ് ലഭിച്ച് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഫൈനൽ കൗൺസിലിംഗിന് മുൻപായിട്ട് ആ സീറ്റ് വേണ്ടെന്ന് വെക്കുകയാണ് എങ്കിൽ 10,000 രൂപ പെനാൽറ്റി നൽകണം. ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഫീസുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഫീസും തിരികെ ലഭിക്കുന്നതല്ല. കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സുകൾ തുടങ്ങി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആകുന്നതിന് മുൻപായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ 25,000 രൂപ പെനാൽറ്റി നൽകണം. രണ്ടാമത്തെ വർഷം മുതൽ ഏത് സമയത്ത് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്താലും 50,000 രൂപയാണ് പെനാൽറ്റി ആയിട്ട് നൽകേണ്ടത്. ഈ തുക നൽകിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ അവിടെ നിന്ന് തിരികെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണ് എങ്കിൽ മാത്രമേ അവിടെ ജോയിൻ ചെയ്യാവൂ. കൗൺസിലിംഗ് ഹാളിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സ് മാത്രമാണ് അവിടെ വേക്കൻ്റ് ആയിട്ട് ഉള്ളത് എങ്കിൽ ആ സീറ്റ് സെലക്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. താല്പര്യമുള്ള കോഴ്സാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഒരു കോഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം കൗൺസിലിംഗ് കംപ്ലീറ്റ് ആകുന്നതിന് മുൻപായിട്ട് അത് വേണ്ടെന്ന് വെക്കുകയാണ് എങ്കിൽ 10,000 രൂപ പെനാൽറ്റി നൽകണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.